44ാമത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ അവാർഡ് ജേതാക്കളെ ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഹെർ ഹൈനസ് ഷെയ്ഖ ബദൂർ ബിൻ സുൽത്താൻ അൽ ഖാസിമി ആദരിച്ചു. ഉദ്ഘാടന ദിവസമായ ബുധനാഴ്ച നടന്ന പ്രത്യേക ചടങ്ങിലായിരുന്നു ആദരം. ഷാർജ ബുക്ക് അതോറിറ്റി CEO ഹിസ് എക്സലൻസി അഹമ്മദ് ബിൻ റക്കാദ് അൽ അമേരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ്. നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിൽ എന്ന ആശയത്തിൽ സംഘടിപ്പിക്കുന്ന ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ വലിയ ജനപ്രാതിനിധ്യമാണ് ഉണ്ടാകുന്നത്. മുൻ വർഷങ്ങളെക്കാൾ അവാർഡിനുള്ള എൻട്രികളിലും ഇത്തവണ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ വിഭാഗങ്ങളിലായി 2076 എൻട്രികൾ ഇതുവരെ ലഭിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി ആരംഭിച്ച ഈ ഒരു സാംസ്കാരിക പദ്ധതിയുടെ സ്വാധീനം അതിർത്തികൾ കടന്നും വ്യാപിക്കുകയാണെന്ന് പുസ്തകോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററായ ഖൗല അൽ ജുമൈനി പറഞ്ഞു. ഭാഷയെ ഒരു ഉത്തരവാദിത്തമായും സർഗാത്മകതയെ നിരന്തരമായ നവീകരണത്തിനായുള്ള പ്രതിബദ്ധതയായും കണക്കാക്കിയവരാണ് സാംസ്കാരിക രൂപീകരണത്തിന് ഊർജം പകർന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹെർ ഹൈനസ് ഷെയ്ഖ ബദൂർ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ 2025 വിജയികളെ ആദരിച്ചു. നാദിയ അൽ നജ്ജാർ എഴുതി അൽ മുതവാസിദ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ദി ടെക്സ്ചർ ഓഫ് ലൈറ്റ് എന്ന കൃതിയാണ് മികച്ച നോവൽ. ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ സുബൈദിയുടെ ടെക്സ്ചർ ഫ്രം നൈറ്റ്സ് ഇൻ കോർഡോബ എന്ന കൃതിയാണ് നാടക വിഭാഗത്തിലെ മികച്ച പുസ്തകം. അറബ് തിയേറ്റർ അതോറിറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. NTV ഷാർജ. NTV UAE to the world.